കൊല്ലം കടയ്ക്കൽ കോട്ടപ്പുറത്തെ ഗൃഹനാഥനില്ലാത്ത മൂന്നംഗ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പേഴ്സണൽ സ്റ്റാഫും ചേർന്ന് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കും. രാജ്കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജ്കുമാർ, എത്ര മണിയോടെയായിരിക്കും ഈ ചടങ്ങ് നടക്കുക? ഒപ്പം അവിടുത്തെ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏത് രീതിയിലാണ്? ആര്യാമൃതം എന്നാണ് ഈ വീടിന് പേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വീടിൻ്റെ ഉടമസ്ഥയായിട്ടുള്ള അല്ലെങ്കിൽ വീട് കിട്ടാൻ പോകുന്ന അവർ പറഞ്ഞത്, അജിത പറഞ്ഞത് ഈശ്വരനിലയം എന്നാണ് അന്ന് പേരിട്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ബോർഡ് ശ്രദ്ധിച്ചത് ആര്യാമൃതം എന്നാണ്. കാര്യം നേരത്തെ സംസാരിച്ചപ്പോൾ പ്രേക്ഷകർ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളൊരു തോന്നൽ വരണ്ടല്ലോ, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഇതിപ്പോൾ നമ്മുടെ ഇതാണ് ഈ സൈന്യമാണ്. നമ്മുടെ കേരളത്തിലെ സൈന്യം എന്ന് പറയുന്ന പോലെ തന്നെ ഈ മനുഷ്യത്വത്തിൻ്റെ ഒരു സൈന്യമാണ് ഈ നിൽക്കുന്നത്, നമ്മൾ ഈ കാണുന്നത്. അവരുടെ ഒരു ആൾരൂപമാണ്. ഇവരെല്ലാവരും ചേർന്ന് ഏതാണ്ട് 15 ലക്ഷത്തിൽ രൂപ അധികം അവർ കണ്ടെത്തി. അവരുടെ അധ്വാനത്തിലുള്ള അവരുടെ ശമ്പളത്തിൽ നിന്നെല്ലാം പൈസ മാറ്റി വെച്ചിട്ടാണ് അവരിപ്പോൾ ഈ ഒരു അജിതയ്ക്കും കുടുംബത്തിനും ഈ അടച്ചുറപ്പുള്ള ഈ വീട് ശരിയാക്കിയത്. അതും യുദ്ധകാലാടിസ്ഥാനത്തിൽ ശ്രീ അനിലിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇതിൻ്റെ ഈ ക്രമീകരണങ്ങളൊക്കെ. എത്രത്തോളം സമയം വേണ്ടി വന്നു വീട് നിർമ്മിക്കാൻ? നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യം ഏറ്റെടുക്കാൻ തയ്യാറായി? അത് സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി പ്രഖ്യാപിച്ച സമയം തൊട്ട് തന്നെ ആ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു വീട് ചെയ്തു കൊടുക്കണമെന്ന് നമ്മുടെ എല്ലാവർക്കും ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഭാഗമായി 2021 ജൂലൈ മുതലാണ് നമ്മൾ സാമ്പത്തികം കളക്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ, ഈ കുട്ടികളുടെ വിവരം അറിഞ്ഞപ്പോൾ പിന്നെ ഇവരെ തന്നെ സെലക്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. DGPമാർ, നമ്മുടെ സ്റ്റേറ്റ് പോലീസ് ചീഫ്, മറ്റ് DGPമാർ, നമ്മുടെ പ്രൈവറ്റ് സെക്രട്ടറി, പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയേട്ടൻ, എല്ലാവരും നമുക്ക് പൂർണ്ണ പിന്തുണ നൽകി. എല്ലാവരുടെയും സഹകരണം കൊണ്ട് അവർക്കൊരു നല്ല വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ നാട്ടുകാർ, DYFIയുടെ കുറേയധികം പ്രവർത്തകർ ഇവിടെ വന്ന് നമുക്ക് സൗജന്യമായി സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ CPMൻ്റെ പ്രവർത്തകർ, അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഈ ഭൂമി വിട്ടു നിന്ന ആളെ നമ്മൾ മറക്കാൻ പാടില്ല. അതാണ് ഏറ്റവും നമ്മളിത് തുടങ്ങാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇവർക്ക് വസ്തു ഇല്ല എന്നറിഞ്ഞപ്പോൾ ജയചന്ദ്രൻ പിള്ള അദ്ദേഹം നൽകിയ 8.5 സെൻറ്റ് വസ്തു, അതാണ് ഇതിൻ്റെ എല്ലാം തുടക്കം തന്നെ. അത് കിട്ടിയതിന് ശേഷമാണ് നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് നമ്മൾ പറയണം. പിന്നെ നമ്മളെ സഹായിച്ച ഒരുപാട് വ്യാപാരി വ്യവസായ സമിതിക്കാർ, ജോസ് ഇലക്ട്രിക്കൽസ്, കടക്കൽ സർവീസ് സഹകരണ ബാങ്ക്, വേറെ ഒരുപാട് പേര്, നമ്മുടെ റോയൽ ഫർണിച്ചർ, അവരാണ് ഈ കട്ടിലൊക്കെ കൊടുത്തത്. വീടിനകത്തോട്ട് ഇപ്പോൾ പുതിയ പ്രേക്ഷകരാണ്, രാവിലെ പ്രേക്ഷകർ ഇത് കാണിച്ചതാണ്. നമ്മൾ അകത്തോട്ട് പോയി ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ആര്യ, ഇപ്പോൾ ഈ ഫർണിച്ചർ, ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ ഈ വീടിൻ്റെ ഉൾവശം, അതിൻ്റെ ഒരു ഇൻറ്റീരിയർ കൂടി നമ്മളൊന്ന് കാണണം. എന്തെങ്കിലും ഒരു രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വെച്ചിട്ട് ആണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇവിടെ ചിത്രപ്പണികളും നിറങ്ങളും ഒക്കെ നൽകി അവരുടെ മനസ്സിൽ, ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കാൻ പോകുന്ന തരത്തിലുള്ള അതിനകത്ത് പ്ലാൻസ് വരെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഫർണിച്ചറൊക്കെ ഒന്ന് കാണിക്കാം. ഇപ്പം ഫർണിച്ചർ ഇവിടെ കസേരയുണ്ട്. ഇപ്പം നമ്മുടെ ചാനലിൽ ലൈവ് പോകുന്ന, തത്സമയം പോകുന്നത് നമ്മുടെ കൈരളി ന്യൂസിൻ്റെ അവർ ഇട്ടിട്ടുണ്ട് ഇതിനുള്ളിൽ, അതുകൂടി നമുക്ക് കാണാം. ഇത് എത്ര ദിവസം വേണ്ടി വന്നു നിർമ്മാണം പൂർത്തീകരിക്കാൻ? ഇതിപ്പോൾ 103ാമത്തെ ദിവസമാണ്. 103ാമത്തെ ദിവസം നമുക്കിത് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇതിന് നമ്മളെ സഹായിച്ച കുറേ ആൾക്കാരുണ്ട്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാർത്തിക ഗ്രാനൈറ്റ്സിൻ്റെ ബിജു, പിന്നെ ഒരുപാട് പേര്, മിനാർ കമ്പനിക്കാർ, സിമെൻറ്റ് ബെസ്റ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ, മിതമായ റേറ്റിനാണ് എല്ലാവരും നമുക്ക് തന്നിട്ടുള്ളത്. മിതമായ റേറ്റിന്, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പൈസയ്ക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. നാട്ടുകാർ, ഈ ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടുകാരെല്ലാം എല്ലാ ദിവസവും ഇവിടെ വരും. എല്ലാ ദിവസവും ഒരു കൊച്ചുകുട്ടിയുണ്ട്, അവരെ കിട്ടില്ല, എല്ലാ ദിവസവും ഇവിടെ വന്ന് ഈ വിലയിരുത്തിയിട്ടുണ്ട്. സാറേ, ഇപ്പോൾ ഇപ്പോൾ CM വരുവാണല്ലോ, CM വരുന്നത് എങ്ങനെ കുടുംബസമേതമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി അതിൻ്റെ ഇവിടെ അതെന്തൊക്കെയായിരിക്കും, എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ ഈ താക്കോൽദാനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇനി തീരുമാനിച്ചിരിക്കുന്നത്? വന്നതിന് ശേഷം പാലുകാച്ചിൻ്റെ ഒരു താക്കോൽദാനം ഉണ്ട്. പിന്നെ പാലുകാച്ചുണ്ട്, പിന്നെ കമലേച്ചി വരുന്നുണ്ട്, പിന്നെ ഈശാൻ വരുന്നുണ്ട്. ഈശാനെ കൊണ്ടൊരു തെങ്ങ് വയ്പ്പിക്കുക എന്നുള്ളൊരു ഐഡിയ ഉണ്ട്, വന്നിട്ട് പറയാം.
ഫാമിലി ആയിട്ട് നിങ്ങൾ ഇതൊരു കുടുംബമാണല്ലോ. ഇപ്പം നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു ജോലിയുടെ പിന്നെ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനൊപ്പം തന്നെ ഒരു കുടുംബത്തിൻ്റെ കൂടി ആരോരും ഇല്ലാതിരുന്ന ഒരു കുടുംബത്തിന് കൂടി ഒരു സുരക്ഷ ഞങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ച ആ സന്മനസ്സിന് കേരളത്തിന് വേണ്ടി കൈരളി ന്യൂസിൻ്റെ ഇതിൽ ഒരു നന്ദി കൂടി അറിയിക്കുകയാണ്. വളരെ ആര്യ, ശരി, എന്തായാലും അവരുടെ സ്നേഹത്തിലും കരുതലിലും ഒരുങ്ങിയ ആ സ്നേഹവീടിന്റെ താക്കോൽദാനം അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് രാജ്കുമാർ നൽകിയത്.